കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. ദുരന്തത്തിന് മുന്നിൽ പകച്ചുനിന്ന വയനാടിന് തമിഴ്നാട്ടിൽ നിന്ന് സഹായഹസ്തവുമായി എത്തിയ ചിലരുണ്ട്. അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ നിറങ്ങളെല്ലാം വാർന്നുപോയ വയനാട്ടുകാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ കുറച്ചു മനുഷ്യർ. തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യാൻ അതിർത്തി കടന്ന് അവർ ഭക്ഷണവും വസ്ത്രങ്ങളുമായി എത്തി. എന്തെല്ലാം നൽകിയാലും ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നൽകാൻ സാധിക്കില്ലല്ലോ. അവരെല്ലാം പോയില്ലേ, അതുമാത്രമാണ് ഇവരുടെ വിലാപം. கேரளாவே மறக்க முடியாத ஒரு இது அப்படின்னு சொல்கிறத விட இந்த இந்தியாவே மறக்க முடியாத ஒரு சம்பவம்னா இது பெரிய ஒரு சம்பவம் கண்டிப்பாங்க. இந்த இடத்த ஒரு 200 வருஷமாக வாழ்ந்த மக்கள் ஒரு பெரிய மரத்தை பிடுங்கி வேற வைக்கிற மாதிரி ஆகிப்போச்சுங்க. ஒன்றுமே பண்ண முடியாது. மக்களுடைய வாழ்க்கை வாழ்வாதாரமெல்லாம் போய் ஜீவன் போய் அவைகளுடைய வாழ்வாதாரம் இனிமேல் தேடணுங்கில என்னதான் நம்ம காசு பணம் கொடுத்தாலும் சொத்து சுகம் கொடுத்தாலும் குழந்தை குட்டி கொடுக்க முடியாது இல்லைங்க. அது ஒரு பெரிய இழப்புங்க. കൂടെ കൊണ്ടുവന്ന വസ്ത്രവും ഭക്ഷ്യവസ്തുക്കളും ക്യാമ്പിലേൽപ്പിച്ച് തങ്ങളാലാവുന്നത് ചെയ്ത് മടങ്ങുമെന്നും അവർ പറയുന്നു. இப்போ இருக்கிறவங்களாவது கொஞ்சம் ரிஸ்கி பண்ணலாம் அப்படிங்கிறதுக்காக நாங்கள் அங்கேருந்து வந்திருக்கோம். ஒரு 300 மெம்பர்ஸ்க்கு அங்கேருந்து நாங்கள் ட்ரெஸ்ஸஸ் சம்திங் எல்லாம் கொண்டு வந்திருக்கோம். நாங்கள் இப்போ கேம்பஸில் போய் கொடுத்துட்டு எங்களால் முடிஞ்ச ഹെൽപ്പ് நாங்கள் இங்கே பண்ணிட்டு இருக்கோம். മലകൾ കടന്ന് മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശവുമായി തമിഴ് മക്കൾ വയനാടിനെ ഹൃദയത്തോട് ചേർക്കുന്നു. ഈ മനുഷ്യസ്നേഹത്തിന് മുന്നിൽ താണ്ഡവമാടിയ പ്രകൃതി പോലും പറയുന്നു, അൻപിനുടയവൻ തമിഴൻ. ന്യൂസ് ഡെസ്ക്, ജനം.